നമസ്കാരം. ഇന്ത്യ-പാക് സംഘർഷം ലഘൂകരിക്കാൻ മുന്നിട്ടിറങ്ങിയ ഒരു രാജ്യമാണ് സൗദി അറേബ്യ. തുടക്കം മുതൽക്ക് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സൗദി നടത്തിയ ഇടപെടലുകളെ നിസ്സാരവൽക്കരിക്കാൻ സാധിക്കില്ല. വെടിനിർത്തലിനായി പാക് സൈനിക മേധാവി അഭ്യർത്ഥന നടത്തിയ രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് സൗദി. പഹൽഗാം ഭീകരാക്രമണം ഇന്ത്യയിൽ നടക്കുമ്പോൾ അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ പര്യടനത്തിനായി സൗദി അറേബ്യൻ തുറമുഖ പട്ടണമായ ജിദ്ദയിലായിരുന്നു. ആക്രമണം നടന്നപ്പോൾ തന്നെ അത് വെട്ടിച്ചുരുക്കി ഡൽഹിയിലേക്ക് എത്തുകയായിരുന്നു. പഹൽഗാം ദുരന്തത്തിൽ ഇന്ത്യക്ക് ആദ്യത്തെ പിന്തുണ വന്നതും സൗദിയിൽ നിന്ന് തന്നെയായിരുന്നു. പണ്ടൊക്കെ കനത്ത സാമ്പത്തിക വെല്ലുവിളി നേരിടുമ്പോഴൊക്കെ പലവട്ടം പാകിസ്ഥാന് സൗദി രക്ഷകനായിട്ടുണ്ട്. പക്ഷെ പാകിസ്ഥാനിലെ വർദ്ധിക്കുന്ന ഭീകരത തന്നെയാണ് ആ ബന്ധത്തിലും വിള്ളൽ വീഴ്ത്തിയത്. പക്ഷെ കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി ഇന്ത്യയും സൗദിയും തമ്മിൽ പുലർത്തുന്ന ബന്ധം വളരെ വലുതാണ്. ഇത് പാകിസ്ഥാന് കിട്ടിയ തിരിച്ചടികളിൽ ഒന്നാണ്. സംഘർഷം ശമിപ്പിക്കാൻ ഈ ബന്ധം വളരെ വലിയൊരു പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട്. പക്ഷെ അമേരിക്ക വിളിച്ചോതുന്നത് പോലെ അതിന്റെ ക്രെഡിറ്റിനായി സൗദി തിടുക്കം കാണിച്ചില്ലെന്നതേ ഉള്ളൂ. സൗദി എന്ന നല്ലൊരു സുഹൃത്തിനെ പാകിസ്ഥാന് നഷ്ടമായത് ഭീകരവാദം എന്ന ഒരൊറ്റ വേര് പാകിസ്ഥാനിൽ വളർന്നത് കൊണ്ട് മാത്രമാണ്. 2015 യമൻ കലാപത്തിൽ സൗദിക്ക് വേണ്ടി ഇടപെടാൻ പാകിസ്ഥാൻ വിസമ്മതിച്ചത് ഇരു രാജ്യങ്ങൾക്കിടയിലെ അകലം ഒന്നുകൂടി വർദ്ധിപ്പിച്ചു. പക്ഷെ പഴയ സുഹൃത്ത് ഇന്ന് ശത്രുവിന്റെ ഏറ്റവും വലിയ പങ്കാളിയായതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ അത്ര എളുപ്പത്തിൽ സൗദിയെ വിട്ടുകളയാനാകില്ല. സൗദി ഇടപെട്ടാൽ ഇന്ത്യ കേൾക്കുമെന്ന പ്രത്യാശയും പാകിസ്ഥാനുണ്ട്. അത് സൗദിക്കും നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലുള്ള സ്വാധീനം കുറയ്ക്കാതിരിക്കാൻ തന്നെയാണ് സൗദിയും ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ദാരിദ്ര്യം അനുഭവിക്കുന്ന പാകിസ്ഥാന് ഇടക്കാല ആശ്വാസമായി ധനസഹായങ്ങളൊക്കെ സൗദി നൽകുന്നത്. പാകിസ്ഥാന് സാമ്പത്തികമായും സൈനിക തലത്തിലും പിന്തുണ നൽകുന്ന രാജ്യമാണ് തുർക്കി. പഹൽഗാമിൽ പാക് ഭീകരർ 26 പേരെ കൊന്നൊടുക്കിയ സംഭവത്തെ തുർക്കി ഇന്നേ വരെ അപലപിച്ചിരുന്നില്ല. മാത്രമല്ല, പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാൻ പാക് പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫുമായും കൂടിക്കാഴ്ച നടത്തിയതും ആഗോളതലത്തിൽ വലിയ ചർച്ചയായിരുന്നു. ചൈന കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ ലോകത്തെ 2ാമത്തെ വലിയ ആയുധ വിതരണക്കാരാണ് തുർക്കി. പാകിസ്ഥാന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷി. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ തകർക്കപ്പെട്ട 300-ലധികം പാക് ഡ്രോണുകളിലേറെയും തുർക്കി നിർമ്മിതമായിരുന്നു. ശീതയുദ്ധകാലം മുതൽ തുടങ്ങിയതാണ് ഇരു രാജ്യങ്ങളിലെയും ബന്ധം. ഗ്രീസിലെ സൈപ്രസിലായുള്ള തുർക്കിയുടെ അവകാശവാദത്തെ പരസ്യമായി പിന്തുണച്ച രാഷ്ട്രമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാൻ വളർത്തുന്ന ഭീകരവാദത്തിന് വളം നൽകുന്നതോടെ നന്ദിയില്ലാത്ത തുർക്കി എന്ന രാഷ്ട്രത്തിന് നഷ്ടമായത് സ്വാതന്ത്ര്യ സമര കാലം മുതലുള്ള ഇന്ത്യയുടെ പിന്തുണയാണ്. ഇന്ത്യയിൽ വളർന്നു വരുന്ന സൗദിയുടെ സ്വാധീനവും തുർക്കിക്ക് പണിയായേക്കും. തുർക്കിയെ വലിയ താല്പര്യമില്ലാത്ത സൗദിയുടെ ഇന്ത്യയോടുള്ള നിലപാട് തന്നെയാണ് അതിനുള്ള ഉദാഹരണം. തുർക്കി പാകിസ്ഥാന് നൽകുന്ന പിന്തുണയും സൗദിയെ ചൊടിപ്പിച്ചേക്കാം. അത് പാകിസ്ഥാനെ വീണ്ടും പെരുവഴിയിലാക്കാനും സാധ്യതയുണ്ട്. ഇത് നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഇന്ത്യ സൗദിയുമായി കൂടുതൽ ബന്ധം വ്യാപിപ്പിക്കുന്നതും നിലവിൽ തുർക്കിയെ എതിർക്കുന്നതും. എന്ത് സംഭവിച്ചാലും അത് പാകിസ്ഥാൻ ഉയർത്തുക കനത്ത വെല്ലുവിളിയാണെന്നതാണ് സത്യം.